നമസ്കാരം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ്. അല്ലെങ്കിൽ എന്താ പറയാ, കഥ എന്ന് പറയാൻ പറ്റില്ല. ശരിക്ക് ഇതൊരു ആ, ഒരു ഉപന്യാസ രൂപത്തിലുള്ള പാഠഭാഗമാണ്. ഇത് വൈജ്ഞാനിക വിഭാഗം അല്ലെങ്കിൽ വൈജ്ഞാനിക സാഹിത്യത്തിൽ പെടുന്ന ആ, ഒന്നാണ്. ഓക്കെ. ഇനിവേ, പാഠത്തിന്റെ പേരൊന്ന് പറയാം. പാഠത്തിന്റെ പേര് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. രചന MT വാസുദേവൻ നായർ. അപ്പോ ഞാൻ കഥ എന്ന് പറയാനുള്ള സാഹചര്യം മനസ്സിലായല്ലോ. അപ്പൊ കഥയാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ആത്മ ഉപന്യാസം അല്ലെങ്കിൽ ആത്മോപന്യാസം എന്ന് പറയും. അതായത് ഇതിൽ ഒരുപാട് അദ്ദേഹത്തിന് അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ രചനകളിൽ പലപ്പോഴും വന്നു പോകുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു വലിയ പാഠഭാഗമാണ് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. അപ്പൊ ആദ്യമേ പറയട്ടെ, ചിലപ്പോൾ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. വലിയൊരു പാഠഭാഗമായതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്തരം ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരം പാഠങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒട്ടനേകം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിലേക്കൊക്കെ വഴിമാറി സഞ്ചരിക്കേണ്ട അവസ്ഥ വരികയും ചെയ്യും. അപ്പോ വായിച്ച ആളുകളോട് ചോദ്യം, എന്താണ് ഈ പാഠം ചർച്ച ചെയ്യുന്നത്? എന്താണ്? ഒറ്റവാക്യത്തിൽ നഷ്ടബോധങ്ങളുടെ സങ്കീർത്തനമാണ് ഈ പാഠഭാഗം എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. എന്താണ് ആ നഷ്ടബോധം? നമ്മളുടെ കുട്ടിക്കാലം. നമ്മൾ പലപ്പോഴും പ്രായമുള്ള ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, എന്തോ ഓണക്കാലം അല്ലെങ്കിൽ ഓണമൊക്കെ പണ്ടത്തെ അത്ര രസമില്ല, അല്ലെങ്കിൽ പണ്ടത്തെ അത്രത്തോളം ഇന്നത്തെ ഓണങ്ങൾക്കും പെരുന്നാളുകൾക്കും ക്രിസ്മസുകൾക്കും അല്ലെങ്കിൽ വിഷുവിനും ഒന്നും ഒരു 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 ഗുമ്മില്ല അല്ലെ. നമ്മളെ നാടൻ ഭാഷ അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ലോക്കൽ ഭാഷയിൽ ഗുമ്മട് കിട്ടുന്നില്ല. നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള പ്രായം ഏതെന്ന് ചോദിച്ചാൽ ബാല്യമാണെന്ന് പറയാത്ത ഒരേ ഒരു വിഭാഗമുള്ളൂ. അതാരാ? ബാല്യക്കാര് തന്നെയാണ്. അവർക്ക് ബാല്യം ഇഷ്ടമല്ല. കാരണം കുറെ പഠിക്കണം അല്ലെ, കുറെ പഠിക്കാനുണ്ട്, ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല, സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല, ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾക്കുള്ളിൽ ജീവിക്കുന്ന അവർക്ക് ബാല്യത്തെ ഇഷ്ടമല്ല. എന്നാലും ബാല്യത്തിലേക്ക് അല്ലെങ്കിൽ ബാല്യം എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ കുട്ടികളുടെ മനസ്സിലുള്ള ചിന്ത പെട്ടെന്ന് വലുതാവണം, ഒരുപാട് പണം സമ്പാദിക്കണം, സ്വന്തമായി ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. സത്യം പറഞ്ഞാൽ ബാല്യകാലം തീരുമ്പോഴാണ് അതിനുശേഷം വരുന്ന കൗമാരം, യൗവനം, വാർദ്ധക്യം ഏതും എടുത്തുകൊള്ളട്ടെ, നമ്മുടെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബാല്യമാണ് എന്നുള്ളത്. ഓരോ കാലത്തും ഓരോ കാലത്തിലെയും ഓരോരോ വ്യത്യസ്തമായ അനുഭവങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മളുടെ കൗമാരകാലത്തിൽ, യൗവനകാലത്തിൽ, അങ്ങനെ ഒരുപാട് നമ്മളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന നല്ലതും ചീത്തതുമായ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അതെല്ലാം അവസാനിച്ച് കുറെ കഴിയുമ്പോഴാണ്
നമ്മൾക്ക് അവയെക്കുറിച്ചുള്ള ആ നഷ്ടബോധം മനസ്സിലേക്ക് വരുന്നത്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ്, സ്വപ്നങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ MT തന്റെ നഷ്ടബോധത്തെ കുറിച്ച് പറയുന്ന പാഠഭാഗമാണ് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്നുള്ളത്. MT ഏവർക്കും സുപരിചിതമാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന MT വാസുദേവൻ നായർ. എപ്പോഴും MT എന്ന് ചുരുക്കപ്പേരിൽ പറയുമെങ്കിലും എന്താണ് MT, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം അറിയാമോ? എന്താണ്? MT മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ചുരുക്കത്തിൽ MT വാസുദേവൻ നായർ. അപ്പോ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും പ്രത്യേകിച്ച് ഓണക്കാലത്തെ കുറിച്ചും മറ്റ് ഒട്ടനേകം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പാഠഭാഗത്ത് വന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാലത്തിൽ നിന്നും ഇന്നത്തെ കാലത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യനിലും പ്രകൃതിയിലുമുണ്ടായ മാറ്റങ്ങൾ കൃത്യമായി നമുക്ക് നോക്കിയാലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറയുന്ന പോലെ, ശീർഷകത്തിൽ സൂചിപ്പിക്കുന്ന പോലെ, കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. നമ്മളല്ല, അതൊക്കെ ഒരു കാലം അല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ, ഇപ്പോ നാടൻ പൂക്കൾ എടുത്തു നോക്കാം, കണ്ണാന്തളിപ്പൂവിടെ നിൽക്കട്ടെ, വേറെ ഏത് പൂക്കൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് പൂക്കൾ എന്ന് പറയുന്നത് വളരെ വിരളാണ്. ഓണത്തിനും മറ്റും പൂക്കളം തേടി നടക്കേണ്ടത്, അല്ലെങ്കിൽ പൂക്കള് തേടി നടക്കേണ്ടത് ഇന്ന് നടന്നാലും കിട്ടില്ല. പണം ഉപയോഗിച്ച് അന്യ സംസ്ഥാനത്തിൽ നിന്നും മിതമായി വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഒരു വലിയ പാഠഭാഗമായതുകൊണ്ട് എല്ലാ പദങ്ങളും എല്ലാ വാക്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വായിച്ചു പോകുന്നില്ല. എന്നാലും മാക്സിമം പറയാനായിട്ട് ശ്രദ്ധിക്കാം. സ്ക്രീനിൽ ഓരോ ഖണ്ഡികകളായിട്ട് കാണുന്ന സമയത്ത് സംശയങ്ങൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ കുറിച്ച് വെച്ച് അടുത്ത ക്ലാസ്സിൽ ചോദിക്കുവാനും, അതല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് നേരിട്ടോ മറ്റോ ചോദിച്ച് മനസ്സിലാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്, നോക്കൂ. പാഠം 24, കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. ഇത് മനോഹരമായ പൂവാണെന്ന് നോക്കിയേ അല്ലേ? ഇതാണത്രേ കണ്ണാന്തളിപ്പൂവ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കണ്ണാന്തളിപ്പൂവ്? ഞാൻ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര മനോഹരമായിട്ട് വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്നത്. നമ്മുടെ നാടുകളിലൊന്നും അത്ര സുപരിചിതമല്ലാത്ത ഒന്ന് തന്നെയാണ് കണ്ണാന്തളിപ്പൂവ്. എന്താണ് ഈ കണ്ണാന്തളിപ്പൂവ്? അവയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന അപൂർവമായിട്ടുള്ള ഒരു ഔഷധ വർഗത്തിൽപ്പെട്ട ചെടിയാണത്രേ കണ്ണാന്തളിപ്പൂവ്.
അതിന്റെ വായിച്ച ആ വായിൽ കൊള്ളാത്ത നമ്മുടെ എന്താ ശാസ്ത്രനാമം കൊടുത്തിട്ടുണ്ട്. കണ്ണാന്തളിപ്പൂവ്, എഗസ്യകം ബൈക്കളർ എന്നതാണത്രേ ശാസ്ത്രനാമം. സമുദ്ര നിരപ്പിൽ നിന്നും 700 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പുൽമേടുകളിലാണ് സാധാരണ കാണപ്പെടുന്നത്. പിന്നീട് 4 ഇതളോടുകൂടിയ ഇതിന്റെ പൂക്കൾ കാഴ്ചയിൽ മനോഹരമാണ് അല്ലെ. ശ്രദ്ധിച്ചോ, 4 ഇതളുകളാണ് പൂക്കൾക്കുള്ളത്. 4 ഇതളുകൾക്ക് ഒരു പ്രത്യേക നിറം. ആ നിറത്തിന്റെ എന്താ പറയാ, ഇതളുകളുടെ 4 ഇതളുകളുടെയും തലപ്പ് ഭാഗത്ത് കുറച്ച് കട്ടിയേറിയ വയലറ്റ് നിറം, നടുവിലൊരു മഞ്ഞ നിറത്തിൽ അതിന്റെ ഇത് കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ രൂപം. അപ്പോ കപ്പിന്റെ ആകൃതിയിലാണ് പൂവിന്റെ ചുവട് ഭാഗം. ഇതളുകളുടെ അഗ്രം, തലപ്പ് ഭാഗം ചുവപ്പും നീലയും ചേർന്ന നിറവും, പർപ്പിളിഷ് ബ്ലൂ അല്ലെ. ബാക്കി ഭാഗം നീല കലർന്ന ഒരു വെളുത്ത അല്ലെ, ലൈറ്റ് ആയിട്ടുള്ള ഒരു നീല കളറാണ്. പൂമ്പൊടി വഹിക്കുന്ന സ്ഥലം മഞ്ഞ നിറത്തിലുള്ള പച്ച കലർന്ന നിറത്തിലുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മധ്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത പേജിൽ കൂടല്ലൂർ ഗ്രാമത്തിൽ, കൂടല്ലൂരാണ്, ഗൂഡല്ലൂരല്ല, അങ്ങ് തമിഴ്നാട്ടിലുള്ള ഗൂഡല്ലൂരല്ല, കൂടല്ലൂർ ഗ്രാമത്തിൽ ഒരു കാലത്ത് ധാരാളം ഉണ്ടായിരുന്ന ഇതിന് ഏകദേശം ഇന്ന് വംശനാശം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണത്രേ എന്ത് പറയുന്നത്, കണ്ണാന്തളിപ്പൂക്കൾ ഉണ്ടായിരുന്ന കാലം എന്ന് ശീർഷകം വരാൻ ഇടയായത്. ഓണക്കാലത്ത് ഗ്രാമത്തിലെ താന്നിക്കുന്നിൽ കണ്ണാന്തളിപ്പൂക്കൾ പൂത്തുലഞ്ഞു കിടന്നിരുന്നു. സ്ത്രീകൾ കാതിലണിഞ്ഞിരുന്ന തോട അല്ലെങ്കിൽ കുണുക്ക് പോലെ റോസ് നിറത്തിൽ കാണാൻ ഭംഗിയുള്ളവയാണ് കണ്ണാന്തളിപ്പൂക്കൾ. ഇവ കൂട്ടം കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച നമ്മൾക്ക് സമ്മാനിക്കുന്നു. കാശിത്തുമ്പിയുടെ വംശത്തിൽപ്പെട്ടവയാണെന്ന് എടുത്തു കാണാം. MTയുടെ പല കഥകളിലും താന്നിക്കുന്നിനെ കുറിച്ചും മറ്റും അല്ലെങ്കിൽ കണ്ണാന്തളിപ്പൂക്കളെ കുറിച്ചും ഒക്കെ സൂചന നൽകിയിരുന്നു. പക്ഷെ ഇന്ന് അവ തീർത്തും അപ്രത്യക്ഷമായിരിക്കുന്നതായിട്ട് പറയുന്നത് കാണാം. MTയുടെ 4 കെട്ടിലെ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: നരിവാളൻ കുന്നിന്റെ ചെരുവിൽ കണ്ണാന്തളിപ്പടർപ്പുകളുടെ നടുവിൽ തുറച്ചു നിൽക്കുന്ന പാറക്കെട്ടിന്റെ മുകളിൽ അവൻ ഇരിക്കുകയാണ്. കണ്ടോ, അദ്ദേഹത്തിന്റെ 4 കെട്ട് എന്ന് പറയുന്ന രചനയിൽ വന്ന ഒരു വാക്യം, ഒരു ഭാഗമാണ്. അവയിലും വളരെ മനോഹരമായിട്ട് കണ്ണാന്തളിപ്പടർപ്പുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാം. അടുത്തത് MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ ഒരു ജീവിതരേഖയാണ്. ഒന്ന് വായിച്ചു നോക്കാം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ യഥാർത്ഥ ജീവിതാവിഷ്കാരങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം നമ്മളുടെ മലയാളത്തിൽ അല്ലെ, മലയാള ഭാഷയിൽ തരംഗം സൃഷ്ടിച്ച എഴുത്തുകാരൻ. യൗവനത്തിന്റെ അഭിനിവേശങ്ങളും കൗമാരത്തിന്റെ വേദനകളും പ്രതിഷേധങ്ങളും നഷ്ടബോധങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ആവിഷ്കാരങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാനായി സാധിക്കും. ഇരുളടഞ്ഞ 4 കെട്ടുകളുടെ അകത്തളങ്ങളിൽ എരിയുന്ന സ്ത്രൈണാനുഭവങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഷയമാകി മാറുന്നു. കൃതികൾ 4 കെട്ട്, അസുരവിത്ത്, കാലം, മഞ്ഞ്, രണ്ടാം ഊഴം അല്ലെ, അദ്ദേഹത്തിന്റെ രചനകളെല്ലാം തന്നെ വളരെ പ്രശസ്തമാണ്. അദ്ദേഹം രചിച്ച കഥകളും നോവലുകളും ഒരുപാടുണ്ട്. ഗോപുരനടയിൽ ആണ് നാടകമായിട്ട് രചിച്ചത്. കാതികന്റെ പണിപ്പുര, കാതികന്റെ കല, ഹെമിംഗ്വേ ഒരു മുഖവുര എന്നിവ ലേഖനങ്ങളാണ്. അദ്ദേഹം തയ്യാറാക്കിയ തിരക്കഥയിൽ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് രചനകൾ സിനിമകളായി വന്നിട്ടുണ്ട്.
ഉദാഹരണത്തിന് ഒരു വടക്കൻ വീരഗാഥ, നീലത്താമര, പിന്നീട് അവസാനത്തിൽ ഏതാ, കേരളവർമ്മ പഴശ്ശിരാജ. ഇനി ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ടാമൂഴം സിനിമയാക്കാനുള്ള പണിപ്പുരയിലാണത്രേ. രണ്ടാമൂഴത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. രണ്ടാമൂഴം ഒരു പുരാണ കഥയാണ്, മഹാഭാരത കഥയാണ്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട സംഭവം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ നായകനായി കൽപ്പിച്ച് എഴുതിയിരിക്കുന്നത് അർജുനനോ കർണനോ അല്ലെങ്കിൽ മറ്റു കഥാപാത്രങ്ങളായിട്ടുള്ള ഒന്നുമല്ല, ഭീമനെയാണ് അദ്ദേഹം രണ്ടാമൂഴം എന്ന തന്റെ നോവലിൽ അദ്ദേഹം നായകനാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം ഇതുവരെ 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. 1996 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൂടിയാണ് MT വാസുദേവൻ നായർ. നമുക്ക് കഥയിലേക്ക് കടക്കാം, ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. തെക്കരോട് മത്സരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന പദത്തോടു കൂടി അല്ലെങ്കിൽ എന്ന വാക്യത്തോടു കൂടിയാണ് ഭാഗം ആരംഭിക്കുന്നത്. 24ാമത്തെ പാഠം കണ്ണാന്തളി പൂക്കളുടെ കാലം. ആരാണ് ഈ തെക്കർ? അവര് പറഞ്ഞു തരുന്നു, വന്നേരിക്കാരാണത്രേ തെക്കർ. രണ്ടും നമുക്ക് മനസ്സിലാവില്ല അല്ലേ? തെക്കരെന്നും വന്നേരിക്കാരെന്നും പറഞ്ഞാൽ MTയുടെ അച്ഛൻ തറവാട്ടുകാരാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ വീട്ടുകാർ അവരുടെ ഓണം ഞങ്ങളെക്കാൾ വളരെ കേമമാണത്രേ. MTയുടെ ഓണാഘോഷത്തെക്കാൾ വളരെയധികം കേമമായിട്ടാണ് അച്ഛൻ വീട്ടുകാർ ഓണം ആഘോഷിക്കാറ്. പണ്ടൊക്കെ ഓണം എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും പല പല കാര്യങ്ങളായിരിക്കും വരിക. ചിലരുടെ മനസ്സിൽ മാവേലി ആയിരിക്കും, ചിലപ്പോൾ ഓണക്കളികളായിരിക്കും, ഓണസദ്യ ആയിരിക്കും, ഓണക്കോടിയായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ. അന്ന് സമൃദ്ധമായ ഒരു സദ്യ ലഭിക്കുന്നത് ചിലപ്പോൾ ഓണത്തിനായിരിക്കാം. കൃത്യമായി കൊയ്യാൻ വൈകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം പ്രയാസത്തിലാവുന്ന ആളുകളുമുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇവിടെ പറയുന്ന കൊയ്യാൻ വൈകിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവിടത്തെ അച്ഛൻ വീട്ടുകാർക്ക് പത്തായത്തിൽ എന്നും നെല്ലുണ്ടാകും. കൊയ്ത്ത് നടക്കുന്ന സമയത്ത് പാടങ്ങളിൽ തന്നെ വെച്ച് നെല്ല് വണ്ടിക്കാർക്ക് വിൽക്കുകയും ചെയ്യും. അപ്പോ പണ്ടുകാലത്തൊക്കെ നെല്ലാണ് ഏറ്റവും വലിയ ഇത് അല്ലേ? അതുകൊണ്ട് തന്നെ കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ പല രീതിയിൽ നമ്മൾ നെല്ലെടുക്കുന്ന രീതികളുണ്ട്. മെതിച്ചെടുക്കുന്ന രീതിയുണ്ട്, ഒരു കല്ലിൽ അടിച്ചെടുക്കുന്ന രീതിയുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ അതെല്ലാം? ഒരു കല്ല് നമ്മൾ തിരുമ്പുന്നൊക്കെ കല്ലിന്റെ പോലെ ഒരു കല്ല് വെച്ച് രണ്ടു ഭാഗത്തുനിന്നും ആളുകളായിട്ട് ഒരു കറ്റ എന്ത് ചെയ്യും, ആ കല്ലിലോട്ട് അടിക്കും. തെറിച്ചു പോകുന്ന നിലത്ത് വീഴാതിരിക്കാൻ ചുറ്റും ടാർപ്പായ വിരിച്ചിട്ടും ഉണ്ടാവും. പറ കണക്കെ അളന്ന് നെല്ല് അപ്പൊ തന്നെ വാങ്ങാൻ ആളുകളും ഉണ്ടാവും അത്രേ. പക്ഷെ ഇന്നവയെല്ലാം മാറി. ഇന്ന് യന്ത്രങ്ങളാണ്. യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി
നിമിഷ നേരം കൊണ്ട് ഈ പറയുന്ന കൊയ്യലും മെതിക്കലും എല്ലാം യന്ത്രം തന്നെ ചെയ്തോളൂ. അന്നൊക്കെ അവിടെ ഓണം 10 ദിവസത്തെ ആഘോഷമാണത്രേ. തകഴിയുടെ ഒരു രചനയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓണം എന്ന് പറയുന്നത് അവര് 1 മാസം മുൻപേ ആ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പിള്ളേരോണം മുതൽ കൃത്യമായി പറഞ്ഞാൽ ഓണത്തിന് 1 മാസം മുൻപുള്ള തിരുവോണം നാളിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ഓണം കഴിക്കുമത്രേ. പിന്നീട് അങ്ങോട്ടുള്ള ആ ദിവസങ്ങളെല്ലാം തന്നെ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. നെല്ല്, ഓണക്കോടി, ഓണത്തിന് വേണ്ടിയുള്ള പലഹാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം ഒരുക്കങ്ങൾ ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്നു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ. അത്തം 10-ന് തിരുവോണം അല്ലെങ്കിൽ പൊന്നോണം. ഓണനാളിൽ പാണരുടെ സംഘം പകൽ വന്ന് മുറ്റത്ത് പാട്ടും കളിയും നടത്തും. ആരാണ് ഈ പാണര്? പാണരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാണന്മാർ പാട്ടുപാടി ഓരോ നാടുകളിലും നടക്കുന്ന ഒരു വിഭാഗക്കാരാണ് പാണന്മാര്. അവരെന്തു പാട്ടാ പാടുക? ഞാൻ കേട്ടിട്ടുള്ളത്, അവര് കയ്യിലൊരു ഉടുക്കും വെച്ച് വീട് വീടാന്തരം വീരാപദാന കഥകൾ ചൊല്ലിക്കൊണ്ട് പാടിക്കൊണ്ട് ഇങ്ങനെ പോകുമത്ര. അതിന്റെ സന്തോഷം എന്ന വണ്ണം അരിയോ പണമോ ആയി അവർക്ക് ലഭിക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് അവരുടെ പ്രധാന വിഷയങ്ങളായി വന്നിരുന്നത് പണ്ട് കാലത്തെ പ്രധാന തറവാടുകളായ തച്ചോളി, പുത്തൂരം തുടങ്ങിയ വീടുകളിലെ വീര പുരുഷന്മാരെ കുറിച്ചും വീരവനിതയായ ഉണ്ണിയാർച്ചയെ കുറിച്ചും ഒക്കെയുള്ള വലിയ ഇതിഹാസ കഥകളൊക്കെ പാട്ടുരൂപത്തിൽ നാട്ടുകാരിലേക്ക് എത്തിക്കുമായിരുന്നു അത്രേ. തച്ചോളി ഒധേനൻ, പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച, അതുപോലെ ചന്തു, ഇവരൊക്കെയായിരുന്നു അന്നത്തെ വലിയ വലിയ വീര യോദ്ധാക്കൾ. അവരങ്ങനെ പാടി വീട്ടുമുറ്റത്ത് തോറും അല്ലെങ്കിൽ വീടുകളുടെ മുറ്റത്ത് തോറും പാടി നടക്കുമായിരുന്നത്രേ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂ പോലെ അഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. ഇങ്ങനെ പാട്ടുപാടി വീട് വീടാന്തരം നടക്കുമായിരുന്നത്രേ. ഓണത്തിന് പാണന്മാരുടെ സംഘം വീട്ടുമുറ്റത്ത് പാട്ടും കളിയുമായിട്ടൊക്കെ കൂടും. അവർ പാടുന്നത് മാദേവരെ പറ്റിയുള്ള ആചാരപ്പാട്ടുകളാണത്രേ. പുറമെ പ്രചാരത്തിലുള്ള ഇത്തരം പാട്ടുകളും അവര് പാടിയിരുന്നു. ആരാണ് ഈ മാദേവർ? മാദേവർ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾക്ക് പരിചിതമായ വാക്ക് തൃക്കാരപ്പൻ. ആരാ തൃക്കാരപ്പൻ? ഓണത്തിന് നമ്മൾ വെച്ചിരുന്ന പ്രതിഷ്ഠ. പണ്ട് മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആശാരിമാർ മരങ്ങൾ കൊണ്ടോ നിർമ്മിക്കുന്ന മാദേവരുടെ, തൃക്കാരപ്പന്റെ പ്രതിമകളും അവയെ ആരാധിക്കുന്നതും ഓണത്തിന് പതിവായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ പറയുമ്പോഴും
MT പറയുന്നു, പൂക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ആഭിജാത്യം അവർക്കില്ല, അല്ലേ? കാരണം ഞങ്ങൾക്കാണ് പൂക്കളുടെ കാര്യത്തിൽ മുൻഗണന, ആഭിജാത്യം ധാരാളം, അല്ലെ? കുടുംബമഹിമ എന്നൊക്കെയാണ് ആഭിജാത്യം. പക്ഷെ ഇവിടെ പൂക്കളുടെ കാര്യത്തിൽ എന്താണ്? ഞങ്ങൾക്ക് അത്ര അവർക്കില്ല. വേലിപ്പടർപ്പിലെ പൂക്കളൊക്കെ അവർ കളമിടാൻ ഉപയോഗിച്ചു. ഞങ്ങൾക്കുള്ള സൗഭാഗ്യം കുന്നിൻ ചെരുവിലെ സമൃദ്ധമായ കണ്ണാന്തളി പൂക്കൾ. അതൊന്നും ആർക്കിട്ടില്ല? വന്നേരിക്കാർക്ക് കിട്ടില്ലല്ലോ. അപ്പോ എന്തൊക്കെ പൂവാ നമ്മള് ഇടുക ഓണത്തിന്? എങ്ങനെയാ? കുറച്ച് പൂവിന്റെ പേര് പറഞ്ഞ്, അല്ലേ? തുമ്പപ്പൂവ്, മുക്കുറ്റി, ഓണപ്പൂവ്, ചെമ്പരത്തി, തെച്ചിപ്പൂവ്, കാക്കപ്പൂവ്, ഇങ്ങനെ തുടങ്ങി ധാരാളം പൂക്കള് ഓണത്തിന് പൂക്കള ഇടുന്നതിന് വേണ്ടി നമ്മൾ പറിച്ചു കൊണ്ടുവരുമായിരുന്നു. ഇന്നോ പറിക്കാനോട്ട് താല്പര്യവുമില്ല, പോയിട്ടോട്ട് പറിക്കാൻ പൂക്കളുമില്ല. പകരം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ജമന്തി, മല്ലിക, അല്ലേ? പിന്നെന്താ? ജമന്തിയുണ്ട്, മല്ലികയുണ്ട്, അരളിപ്പൂവുണ്ട്, വിവിധ നിറത്തിലുള്ള റോസ്, ഇങ്ങനെ വില കൊടുത്ത് വാങ്ങുന്ന പൂക്കളെ ആശ്രയിച്ചാണ് നമ്മളുടെ ഇന്നത്തെ പൂക്കളം. പണ്ട് കാലത്ത് പൂക്കളം ഇടുന്നത് തന്നെ ഒരു രസമായിരുന്നു, അല്ലേ? ഏതായാലും തുടർന്നുള്ള തുടർന്നുള്ള ഇതിൽ പറയാം, അല്ലെങ്കിൽ എപ്പോ തന്നെ പറയാം, അല്ലെ? പണ്ട് പൂക്കളം തീർക്കുന്നതിന് വേണ്ടി തലേന്ന് നമ്മൾ ഓട്ടം തുടങ്ങും. തലേ ദിവസം നമ്മൾ പൂക്കളം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം പോകുന്നത് പാടത്തും പറമ്പിലൊക്കെ ആയിരിക്കും. തുമ്പപ്പൂവ് പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അത് അറുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ മണിക്കൂറോളം അറുത്താലും ഒരു കൈക്കുമ്പിളിൽ കിട്ടുന്ന അത്ര മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ അതിന്റെ രസം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ പറിക്കുന്ന സമയത്ത് ആർക്കാണ് കൂടുതൽ കിട്ടിയത്, അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പൂ ഇടുന്നതിന് വേണ്ടിയിട്ട് തേക്കിന്റെ ഇല കൊണ്ടോ മറ്റോ ഒരു കുമ്പിള് കുത്തിയിട്ട് കൊട്ട രൂപത്തിലാക്കും. ആ സമയത്ത് പാറിപ്പറന്ന് നടക്കുന്ന തുമ്പികളെ പിടിക്കും, അവയെ കല്ലെടുപ്പിക്കും, അതുപോലെ തന്നെ വാലിൽ കെട്ടി പറത്തിക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. പിന്നെയോ പകൽ സമയത്തിൽ പറിക്കാൻ പറ്റുന്ന പൂവുകളൊക്കെ പറിക്കും. പക്ഷെ വിടരാത്ത പൂക്കളുണ്ടല്ലോ, അവ പറിക്കാൻ രാവിലെ തന്നെ പോകണം. രാവിലെ പോയാലോ അവിടെയുണ്ട് തല്ല്. നേരത്തെ വരുന്നവരാരോ അവർക്ക് പൂക്കൾ ധാരാളം കിട്ടും. അപ്പൊ നേരത്തെ ഇറങ്ങി എന്ത് ചെയ്യണം? പൂ പറിക്കാൻ പോകണം. പലപ്പോഴും എത്ര നേരത്തെ പോയാലും അവിടെ എത്തുമ്പോഴേക്കും പൂവുകളൊക്കെ തീർന്നിട്ടുണ്ടാവും. പൂവെടുക്കാൻ നേരത്തെ അവിടുത്തെ ചേച്ചി പറയും, അത് ആ കുട്ടികൾ ചോദിച്ചു വെച്ചത്, അറക്കരുത് കേട്ടോ. കുട്ടികള്? ഞാനും കുട്ടിയല്ലേ. ഇങ്ങനെ രാവിലെ നടന്ന് കിട്ടിയ പൂക്കൾ വെച്ച് വേണം പൂക്കളം തീർക്കാൻ. അതിലും കഷ്ടപ്പാട് ആദ്യമായി പൂവിന്റെ തറ ഉണ്ടാക്കാനാണ്. അമ്മയുടെ കാല് പിടിച്ച് കുറേ പറഞ്ഞിട്ടൊക്കെയാണ് ഒരു തറ ഉണ്ടാവുക. ചിലപ്പോൾ തറയെ കാണില്ല. വട്ടത്തിൽ മണ്ണുകൊണ്ട് കെട്ടി ഉയർത്തിയ തറ. ഇന്നതൊക്കെ വല്ല ടയറോ സൈക്കിളിന്റെ റിങ്ങോ ഇതൊക്കെ വെച്ച് അതിനുള്ളിൽ മണ്ണ് നിറച്ച് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കാണാം.
മാത്രമല്ല ഇന്ന് പല സ്ഥലങ്ങളിലും തറയുമില്ല, ഒന്നുമില്ല, ഒക്കെ ടൈൽസിലും ഫ്ലാറ്റിലൊക്കെ അല്ലേ പൂക്കളം. അപ്പൊ അതുകൊണ്ട് അതുപോലും കാണാറില്ല. പിന്നെ ചാണകം മെഴുകിയ തറ, അല്ലേ? ചാണകം മെഴുകി നന്നായിട്ട് മെഴുകിയ തറയിലാണ് പൂക്കളം ഇടുന്നത്. കുറെ കഴിഞ്ഞപ്പോ എത്ര നേരത്തെ എണീറ്റാലും പൂവൊന്നും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അതിനൊരു വിദ്യ ഞാൻ കണ്ടെത്തി. എന്ത്, പൂ വാങ്ങാനല്ലേ? അല്ല, കുറച്ച് വൈകി എണീക്കുക. വൈകി എണീച്ചാൽ പൂക്കൾ അങ്ങനെ കിട്ടുക? വൈകി എണീച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരുടെ പൂക്കളമിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒന്ന് രണ്ട് വീടുകൾ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ഒരു 4 വീട് നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പൂക്കളം ഇടലൊക്കെ കഴിഞ്ഞ് ധാരാളം പൂക്കൾ ബാക്കിയുണ്ടാവും. ആ തറയിൽ ഉൾക്കൊള്ളുന്നല്ലേ ഇടുള്ളൂ, അടുത്ത ദിവസത്തേക്ക് വെക്കാൻ പറ്റില്ലതാണ്. കാരണം എന്താ? ചീഞ്ഞു പോകും. അപ്പൊ ആ പൂക്കളൊക്കെ ഞാൻ എടുക്കും. അവരെക്കാൾ കൂടുതൽ പൂക്കളം കിട്ടിയ ഞാൻ എന്ത് ചെയ്യും? പൂക്കളം ഇടുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അപ്പൊ അതൊക്കെ ഒരു കാലം. ഇന്ന് പൂക്കളം ഇടാൻ താല്പര്യമില്ല, പൂക്കളും ഇല്ല. അപ്പോ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ഇതുപോലെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഖണ്ഡിക, രണ്ടാമത്തെ പേജില്, രണ്ടാമത്തെ ഖണ്ഡികയല്ല കേട്ടോ, അടുത്ത പേജില് MT പറയുന്നു, പാണരുടെ പാട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ പെരിയനും പാട്ടിയും വീട് വീടാന്തരം നടന്ന് പാടി രാവിലെ ചെല്ലുമ്പോ അല്ലെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തും. പക്ഷേ പാടി വീട് വീടാന്തരം എത്തുമ്പോ രാവിലെ കേട്ടോ, രാവേറെ, അതായത് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് എവിടെ എത്തുക? അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുക. ഉണ്ണിപ്പെരയനും പാട്ടിയും. പാട്ടി നമ്മുടെ തമിഴില് അല്ലെ മുത്തശ്ശി എന്നുള്ള പാട്ടിയല്ല. പാട്ടി എന്ന് പറഞ്ഞാൽ പാണന്റെ ഭാര്യയാണ് അവരെന്ത് ചെയ്യുന്നത്? പാട്ടി എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ പാണനും പാട്ടിയൊക്കെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് സമയമായിട്ടുണ്ടാവും. ഓരോ വീട്ടുമുറ്റത്തും കയറി കയറി പാടി അദ്ദേഹത്തിന്റെ തൊണ്ട അടച്ചിരിക്കും. പക്ഷേ പാടാതിരിക്കാൻ കഴിയോ? ആചാരമായി പോയില്ലേ? അങ്ങനെ ആചാരം മുടക്കാതിരിക്കാൻ അദ്ദേഹം പ്രയാസപ്പെട്ട് പാടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ അവർക്കൊക്കെ സങ്കടം തോന്നും അത്രേ. പക്ഷേ 100 വീടുകൾ കഴിഞ്ഞ് എത്തിയാലും ഞങ്ങളുടെ പാട്ടി, ഇത് പാണന്റെ ഭാര്യയ്ക്ക് തൊണ്ടയ്ക്ക് പതറിച്ച ഇല്ല എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന ഏക ആശ്വാസം. വടക്കേ പാടത്ത് നെല്ല് പാലുറയ്ക്കാനാകുമ്പോൾ പറക്കുളം മേച്ചിൽപ്പുറം വരെ കണ്ണാന്തലി ചെടികൾ തഴച്ചു വളർന്നു കഴിഞ്ഞു. എന്താ പാലുറയ്ക്കുക? ഇതൊക്കെ ഓരോരോ ഇതാണ്. നമ്മൾ പറയില്ലേ, അത് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഇതാക്കുന്ന സമയത്ത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നെല്ല് പാകമാകാൻ തുടങ്ങുന്ന സമയത്ത് പാറക്കുളം എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണ്. കൃത്യമായി പറഞ്ഞാൽ കൂടല്ലൂരിന് തെക്ക് പടിഞ്ഞാറ് അങ്ങാടിയിൽ എടപ്പാളിന്റെ അടുത്ത് ഉള്ള ഒരു സ്ഥലം. അവിടെ ഈ പറയുന്ന രൂപത്തിൽ കണ്ണാന്തളിപ്പൂക്കൾ ധാരാളം ഉണ്ടായി തുടങ്ങുന്നത് ആ സമയത്താണ് അത്ര. നല്ല ഇളം റോസ് നിറത്തിലുള്ള പൂക്കൾ. അങ്ങനെ പൂക്കളുടെ നിറവും ഗന്ധവും തന്നെയായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്ന പുന്നെല്ലരിക്കും അല്ലെങ്കിൽ ആ അരിയുടെ ചോറിനും. പൂക്കളുടെയും ചോറിന്റെയും സമൃദ്ധിക്ക് വേണ്ടി കാത്തിരുന്ന മാസമാണ് ഞങ്ങൾക്ക് കർക്കിടകം. ഇപ്പൊ കർക്കിടക മാസമായില്ലേ? കർക്കിടക മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാ?
മലയാളത്തിലെ അവസാന മാസമാണ് കർക്കിടകം. പൊതുവെ പറയുന്ന വാക്ക് പഞ്ഞമാസം എന്നാണ്. കർക്കിടക മഴയുള്ള മാസം, രാമായണ മാസം, നാലമ്പല ദർശനത്തിനുള്ള മാസം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചോറിന്റെയും സമൃദ്ധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും മാസമാണ്. ആലോചിച്ച് നോക്കൂ, നല്ലൊരു സദ്യ കഴിക്കാൻ, നല്ലൊരു ഓണമുണ്ണാൻ കാത്തിരിക്കുന്ന കാലം. വന്നേരിക്കാലെ പോലെ അവർക്ക് പണ്ടപ്പോഴോ ആശാരി ഉണ്ടാക്കി വെച്ച മാദേവരെടുത്ത് ഉപയോഗിക്കാറില്ല അത്രേ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മാദേവർ. തൃക്കാരപ്പൻ. കാരണം തൃക്കാരപ്പനെ കുട്ടമ്മാവൻ ഉണ്ടാക്കും. കാരണം കുട്ടമ്മാവന്റെ ശാസ്ത്രം അനുസരിച്ച് മണ്ണുകൊണ്ടാവണം മാദേവൻ. മണ്ണ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? മാദേവൻ ഉണ്ടാക്കാൻ. എന്നിട്ട് അതിന് കളമെഴുത്തൊക്കെ കഴിഞ്ഞ് നല്ല മനോഹരത്തിൽ കളമൊക്കെ എഴുതി ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത് പൂവ് ചൂടി ഒക്കെ അലങ്കരിച്ചു വെക്കും. പക്ഷേ അടുത്ത കൊല്ലത്തേക്ക് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മാദേവരെ പറ്റുമോ? പറ്റില്ല. അതിനാൽ തന്നെ പല ആളുകളും കണ്ടെത്തിയ ഒന്നാണ് ആശാരിമാരെ കൊണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ മാദേവൻ. അപ്പോ വന്നേരിക്കാർക്കാണ് ആ പതിവ്, മരം കൊണ്ടുള്ള മാദേവർ. ഞങ്ങൾ കുട്ടമ്മാവനെ കൊണ്ട് ഉണ്ടാക്കിക്കും. കുട്ടമ്മാവൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് കുട്ടമ്മാവൻ വെക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ തുമ്പപ്പൂവിന്റെ കഥ ഇതവിടെ. തുമ്പപ്പൂവ് ധാരാളമുണ്ട് അല്ലേ? തുമ്പപ്പൂവ് കണ്ടിട്ടുണ്ടോ? നല്ല വെളുത്ത പൂവ്, പക്ഷേ വളരെ ചെറിയ പൂവ്. ഒരുപാട് പെറുക്കിയാലും ഒരു ചെറിയ പൂവട്ടി മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ എത്ര പെറുക്കിയിട്ടുണ്ടെങ്കിലും ചെറിയ ഒരു കളത്തിൽ നിറയ്ക്കാൻ മാത്രമുള്ള തുമ്പപ്പൂവേ കിട്ടുകൊള്ളൂ എന്ന് സാരം. അപ്പോഴാണ് കണ്ണാന്തളി കൊണ്ടുള്ള ചിത്രപ്പണികൾ, നടുവിൽ നല്ല വെള്ള പൊട്ട് തീർക്കാൻ മാത്രം തുമ്പപ്പൂവ്, ചുറ്റും കോളാമ്പിയും കുങ്കുമപ്പൂവും ഒക്കെ ഇടുന്നവർ മോശക്കാർ. ഇല്ലാത്തവർ എന്ത് ചെയ്യും അല്ലേ? സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ നല്ല കണ്ണാന്തളി പൂക്കൾ വിടർന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇത്തവണയെങ്കിലും വടക്കേ പാടത്ത് തോണിക്കടവിലൊക്കെ 2 കണ്ടെങ്കിലും കൊയ്യാനാകുമോ? കാരണം അത് കൊയ്താലേ നല്ല ചോറ് കിട്ടുള്ളൂ. കാരണം അത് കൊയ്താൽ മാത്രമേ അരി ഉണ്ടാവുള്ളൂ എന്ന അവസ്ഥയാണ് ഇവിടെ. കുന്നല്ലരിയുടെ ചോറ് സ്വപ്നം കണ്ടുകൊണ്ട് വരമ്പിൽ നിന്ന് കതിര് വെച്ച് ഞങ്ങൾ കുട്ടികളും ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നത്രേ. ചെമ്പൻ, ചീര, തവളക്കണ്ണൻ, ഓരോ വിത്തിന്റെ പേരുകളെ കുറിച്ചും മൂപ്പിനെ പറ്റിയും പോലും അന്നത്തെ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വീട്ടിൽ ഏത് അരി വാങ്ങുന്നെന്നോ അരിയുടെ പേരെന്താണെന്നോ ഒന്നും അറിയില്ല. ഏറിപ്പോയ ബിരിയാണി അരി അറിയും. ബിരിയാണി അരി, പച്ചരി, ചാക്കരി. ഇനി കുറച്ചും കൂടെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? ബസുമതി റൈസ് അല്ലേ? ചില കുട്ടികൾക്ക് അറിയാട്ടോ. ഒരു കുട്ടി നാളെ ചോദിക്കുകയാണ്, എന്താ സ്ത്രീകളുടെ പേരാണോ ഫുൾ അരിക്കും? ജയ, സുരേഖ എന്നൊക്കെ കേട്ടപ്പോ. വിത്തിനങ്ങളുടെ പേരാണ് ഇവിടെ ചെമ്പൻ, ചീര, തവളക്കണ്ണൻ. അമ്മയും കുട്ടമ്മാവനും ശരി വെച്ചാൽ കൊയ്ത്തിന് കൃഷിപ്പണിക്കാരൻ എന്തില്ല, അയ്യപ്പൻ അത് സംഭവിച്ചതില്ല. അയ്യപ്പൻ ആരാ? അയ്യപ്പനാണ്
കൃഷിയൊക്കെ നോക്കി നടത്തുന്ന വ്യക്തി. കാരണം മൂപ്പരൊക്കെ പറയാതെ അമ്മ പറഞ്ഞിട്ടോ കുട്ടമ്മാവൻ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. പാകമായില്ല എന്ന് പറഞ്ഞാൽ പാകമായില്ല. ഒരാഴ്ച കൂടി വിടയട്ടെ എന്ന് അയ്യപ്പനൊന്ന് വിധിച്ചാൽ ഈ പറയുന്ന അമ്മയ്ക്കും കുട്ടമ്മാവനൊന്നും എതിർത്തും പറയാൻ പറ്റില്ല. ഏതായാലും ഓണത്തിന് മുമ്പ് 2 കണ്ടെങ്കിലും കൊയ്താലേ കഴിക്കാനാവുള്ളൂ. അടുത്ത ഖണ്ഡിക. അടക്കയുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ പറ്റിയും ഞങ്ങൾ കുട്ടികൾക്ക് അറിയാമായിരുന്നു. കണ്ടോ, അടക്കയ്ക്ക് എന്ത് വില, അതിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സമയമുണ്ട്. ഇന്നോ അവർക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. ആ തോക്കിന് എത്ര വിലയാണ്, ആ തോക്ക് എങ്ങനെ കിട്ടും, എത്ര രൂപ കൊടുത്താൽ ആ ഗെയിം ജയിക്കാൻ പറ്റും, ആ ഗെയിം കളിച്ച് ജയിച്ചതിന്റെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരു നല്ല ശതമാനം കുട്ടികളും ഇത്തരം ഗെയിമിനുള്ളിലെ തോക്കിനും കാറിനും ലൈഫിനും അല്ലെങ്കിൽ യൂണിറ്റിനും വേണ്ടി ഓട്ടത്തിലാണ്. അവരുടെ ജീവിതം കൂടാൻ കൂട്ടിലൊരുങ്ങുന്ന തത്തമ്മയെ പോലെയല്ല, മൊബൈലിനുള്ളിലെ തത്തമ്മകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തത്തമ്മയോ എന്തെങ്കിലും ആവട്ടെ. ഓണത്തിന് തൊട്ട് മുമ്പ് പാലത്തറ ചന്തയിൽ നിന്ന് സമൃദ്ധമായി നല്ല കോള് കൊണ്ടുവരണമെങ്കിൽ ചാലിശ്ശേരിയിൽ അടയ്ക്ക വിറ്റ് വരുമ്പോൾ 100ന്റെ നോട്ട് ഉണ്ടാവണം. അടയ്ക്ക നല്ലൊരു വരുമാന മാർഗമായിരുന്നു അന്ന്. പക്ഷേ 43 കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും ശേഷം ഇടയ്ക്കിടെ മഹാളി കമുകിൻ തോട്ടങ്ങളെ ആക്രമിച്ചിരുന്നു. എന്താ മഹാളി? മഹാളി എന്ന് പറയുന്നത് ഒരു തരം രോഗമാണ്. കമുകിന്റെ അല്ലെങ്കിൽ അടയ്ക്ക മരത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു തരം രോഗം. അപ്പോ ആ രോഗം എന്ന് പറയുന്നത് അടയ്ക്കകളെ സാരമായി ബാധിച്ചിരുന്നു. മഞ്ഞച്ച് കുല ചെയ്യുന്നതാണ് ആ ഒരു രോഗത്തിന്റെ ലക്ഷണം തന്നെ. അപ്പോ ഓണക്കാലത്ത് കുളത്തേക്ക് ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്. അപ്പൊ മഹാളിക്ക് വേണ്ടിയിട്ട് കമുകിൻ തോട്ടങ്ങള് എന്ത് ചെയ്യാമായിരുന്നു? നന്നായി മരുന്നൊക്കെ തളിക്കുമായിരുന്നു, അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓണക്കാലത്ത് പുന്നയൂർ കുളത്തേക്ക് ക്ഷണിച്ച് അവരൊക്കെ വേനലവധിക്ക് നിൽക്കാൻ പോകുമായിരുന്നു അത്ര. അവിടെ വിരുന്നു പാർക്കാൻ ഒരിക്കൽ അനുവാദം കിട്ടിയത് വേനലവധിക്കാണ്. അനുവാദം വേണം അല്ലേ? ആരുടെ അനുവാദം? അച്ഛൻ്റെ അനുവാദം വേണം. നമ്മൾ അച്ഛനോട് ചോദിക്കാം, അച്ഛാ ഞാൻ പോട്ടച്ചല്ലേ. നമ്മളെ കുട്ടികളെ അങ്ങ് വെറുതെ വിടാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും വിടുന്നത് കുറച്ച് പ്രയാസമാണ്. പിന്നെ വാശി പിടിച്ച് തർക്കിച്ച് നിരാഹാരം കിടന്ന് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പണ്ടൊക്കെ സമ്മതിച്ചു തരാം. അതൊരു രീതിയിൽ ഒരു ഉത്കണ്ഠയാണ്, അല്ലാതെ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവാൻട്ടോ ഒന്നുമല്ല. എങ്ങനെയായിരിക്കും അവൻ അവിടെ പോയാൽ വല്ല കുസൃതിയും ഒപ്പിക്കുമോ, അപകടം പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തയാണ്. ഇന്നത്തെ കുട്ടികൾ നേരെ തിരിച്ചാ അല്ലേ? ഇന്നത്തെ കുട്ടികളെ വിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അവര് ആ വീട് തല കീഴ്മേൽ മറിക്കും.
അവസാനം നമ്മൾ തന്നെ പറയും ഒന്ന് പോയി തരുമോ. അതല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ലാളിച്ചു വളർത്തുന്ന ഒരു ജനതയാണെന്ന് കാണാൻ സാധിക്കുന്നത്. MTയുടെ അച്ഛൻ സിലോണിലാണ് എന്നുള്ളത് പല കഥകളിലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പറയുന്നു. കുട്ടമ്മാവൻ എസ്റ്റേറ്റിലും. ഭരണം നടത്തിയിരിക്കുന്നത് അവർക്കിടയിലുള്ള ചെറിയമ്മാവനാണ്. അച്ഛൻ, കുട്ടമ്മാവൻ, നടുവിലുള്ള ചെറിയമ്മാവൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ രീതിയിലുമുള്ള പൂർണ്ണമായ നിയന്ത്രണം ഇവർക്കാർക്കുമല്ല. കണ്ണിന് കാഴ്ചയില്ലാത്ത പത്തായപ്പുരയുടെ താഴത്തെ മുറിയിൽ ഒരു വലിയ താക്കോൽ കൂട്ടം തലയണിക്കടിയിൽ വെച്ച് കിടക്കുന്ന അച്ചമ്മയാണ്. വീട്ടിലെ തലമൂത്തവരാവും അല്ലെ. അച്ചമ്മയ്ക്കാണ് ഈ പറയുന്ന അതിന്റെ അധികാരമൊക്കെ ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. തൊട്ടടുത്ത മുറിയിലാണ് ചെറിയമ്മാമ. അദ്ദേഹമാണ് അവിടെയാണ് ആധാരക്കെട്ടുകളുള്ളത്. തെങ്ങുകയറ്റത്തിന്റെ പുസ്തകങ്ങൾ, മറ്റനേകം കടലാസുകൾ, അല്ലെ. ഒരു മുറി, ആ മുറിയിലാണ് ഇത്തരത്തിലുള്ള പേപ്പർ വർക്ക് മുഴുവൻ നടക്കുന്നത്. നോക്കുന്നതാണെങ്കിൽ ചെറിയമ്മാമ. അധ്യാപകനാണ്. കുറച്ചകലെ ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനാണ് ഈ പറയുന്ന ചെറിയമ്മാമ. സ്കൂളിൽ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ നേരെ കൃഷിസ്ഥലത്ത് വന്ന് തെങ്ങിൻ പറമ്പും ഒക്കെ നോക്കി വളരെ വൈകി മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളൂ. പിന്നീട് അങ്ങോട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ചാണ്. വെളുത്തു മെലിഞ്ഞിട്ടാണ്, അല്പം കഷണ്ടി ഒക്കെ ഉണ്ട്. കാൽ കീഴിലേക്ക് മുഖം കുനിച്ചു നോക്കി ഇങ്ങനെ ധൃതിയിൽ നടക്കുമ്പോൾ ടയറിന്റെ വള്ളിച്ചെരുപ്പ് ഒരു താളക്രമത്തിൽ ഇങ്ങനെ ശബ്ദിക്കും. അതായത് പണ്ടത്തെ ആളുകളൊക്കെ വള്ളിച്ചെരുപ്പുകളാണ് കൂടുതൽ ഇടാറ്. ആ വള്ളിച്ചെരുപ്പ് നനയുകയോ മറ്റോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കുമ്പോൾ ആ ഒരു പ്രത്യേക ശബ്ദം അനുഭവപ്പെടും. എങ്ങനെയെന്ന് പറഞ്ഞറിയില്ല. എന്തായാലും അത് അനുഭവപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോ ആ സമയത്ത് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു ചിന്ത, അല്ല ചെവി പതുക്കെ ചെറിയമ്മാമ എങ്ങനെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്? ചെറിയമ്മാമയുടെ ശബ്ദം, ക്ഷമിക്കണം, ചെറിയമ്മാമയുടെ ചെവി കുറച്ച് പതുക്കെയാണ്, മീൻസ് കേൾവി കുറവുണ്ട് എന്നർത്ഥം. അത്തരത്തിലുള്ള ഒരാൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന സംശയമാണ് എഴുത്തുകാരന്. ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ സംശയമോ മറ്റെന്തെങ്കിലും വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും? എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും? അല്ലെ. അല്പം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടാകും. കാരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയത്തിന്റെ കാരണമില്ലല്ലോ. അങ്ങനെ ആ അവധിക്കാലത്ത് അവിടെ ചെറിയമ്മാമയുടെ മക്കൾ ശാരദ, സരോജിനി, തങ്കം അവരെല്ലാവരും വന്നിരുന്നു. നമ്മൾ പറയല്ലോ കുട്ടിപ്പാടം ഒന്നിച്ചു വരും അല്ലേ. ഇത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ രസമല്ലേ. അവധിക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കളിച്ച് നടക്കുന്നതാണ് അതിന്റെ ഒരു രസം. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത്, ഇന്നത്തെ കുട്ടികൾ അത്ര പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. എന്നാലും അവരൊന്ന് പറഞ്ഞു വെക്കും, നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാനും വരാം, ഞാനും അമ്മയെ കൊണ്ട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാം അല്ലേ. അതാ പറഞ്ഞത്, അവര് വന്നതറിഞ്ഞ് കുട്ടിയമ്മാമയുടെ മക്കൾ പ്രഭയും വിജയനും വരും. എല്ലാവരും അവിടെ പോയിട്ട് അതുകൊണ്ട് ഞങ്ങളും പോട്ടച്ചാ അല്ലേ, അവരും ചോദിക്കും. അപ്പൊ അവരും സമ്മതിക്കും. ചെറിയ കുട്ടികൾ ഇടയ്ക്ക് വന്നു പോകും. കാരണം വീട്ടിൽ നിർത്തി പോകാൻ പറ്റൂല അല്ലേ. അവരുടെ ഒപ്പം എപ്പോഴും അമ്മ വേണം. അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികൾ വന്ന് അമ്മയുടെ ഒപ്പം വരും, അമ്മയുടെ ഒപ്പം പോകും. അമ്മായിമാരാകട്ടെ ആരും അവിടെ വന്ന് താമസിക്കാറില്ല. കുട്ടികൾ മാത്രം അവിടെ നിൽക്കും, ആക്കി പോകും.
MTയെ ഒക്കത്ത് വെച്ച് നടന്നിരുന്ന കാലം അമ്മ ഒരു ധാരയ്ക്കും പിഴിച്ചിലിനായിട്ട് അവിടെ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് MTയുടെ അമ്മ അവിടെ താമസിച്ചിട്ടുള്ളത്. അല്ലാതെ വന്നു പോകുമെന്നല്ലാതെ അവിടെ താമസിച്ചിട്ടേയില്ല. വീട്ടിലുള്ള സമയത്ത് ചെറിയമ്മാമ മുറിയുടെ വാതിൽ അടച്ചിട്ടിരിക്കും. എന്തിനാവും? അതായത് ഈ പറയുന്ന ഒരുപാട് കുട്ടികളുടെ വലിയ തറവാടാണ്. അപ്പോ ശല്യമൊന്നുമില്ലാതെ അത്രത്തോളം ഏകാഗ്രതയോട് കൂടിയിട്ട് എന്താണോ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടായിരിക്കാം മുറിയടച്ച് വാതിലടച്ച് അവിടെ ഈ പറയുന്ന പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞങ്ങളങ്ങനെ കുങ്കുമത്തറയിൽ നിന്ന് എത്തി നോക്കിയിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് അതിനുള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആ മുറിയിൽ ഒറ്റ കട്ടിലിനു പുറമെ ഒരു മേശയും കസേരയും ഉണ്ട്. എപ്പോഴും നോക്കുന്ന സമയത്ത് കൂട്ടുകയോ എന്തെങ്കിലും എഴുതുകയൊക്കെയാവും ചെറിയമ്മാമ. ചെറിയമ്മാമയുടെ മക്കള് പോലും ആ മുറിയിൽ കയറാറില്ലത്രേ. അപ്പൊ ഇപ്രകാരമാണ് ചെറിയമ്മാമയെ കുറിച്ച് വിവരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം പാഠത്തിന്റെ പകുതിയെ ആയിട്ടുള്ളൂ. കുറച്ച് ഇനിയും പറയാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ട്. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന MTയുടെ കുട്ടിക്കാലത്ത് സുപരിചിതമായി കണ്ടിരുന്ന ആ കണ്ണാന്തളിപ്പൂക്കൾ ഇന്നില്ല. അപ്പോ അത് ഉണ്ടായിരുന്നു. ആ കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഒരു നഷ്ടബോധം തോന്നി തുടങ്ങിയ സമയത്ത് എഴുതിയതായിരിക്കാം ഈ ഒരു രചന, അല്ലെ? അപ്പോ ആദ്യ ഭാഗത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓണക്കാലം, എന്താണ് കണ്ണാന്തളിപ്പൂവ്, MT വാസുദേവൻ നായരെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അച്ഛൻ തറവാട്ടുകാരെ കുറിച്ച്, അങ്ങനെ തുടങ്ങി പാണന്റെ പാട്ട്, അതുപോലെ ചെറിയമ്മാമ, കുട്ടമ്മാവ, അല്ലെ? ഒരുപാട് കഥാപാത്രങ്ങൾ വന്നുപോയി. മാദേവരെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്കതിൽ ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ഇതിന്റെ ബാക്കി എന്ന രീതിയിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? നമ്മൾ ബാക്കി ഭാഗം ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഒരിക്കൽ കൂടി പറയുന്നു, സംശയങ്ങൾ എന്തെങ്കിലും തോന്നുമെങ്കിൽ രേഖപ്പെടുത്തുക, കൃത്യമായി ചോദിക്കുക. അപ്പോ അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ആ ഭാഗവുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.